ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് DNA ടെസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഒരു DNA ടെസ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരു കേസ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അത് ഫയൽ ചെയ്തിരിക്കുന്നത് ഒരു ഹസ്ബൻഡ് ആണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഭാര്യ ഫയൽ ചെയ്ത DNA ടെസ്റ്റിനെ കുറിച്ചാണ്. ഭാര്യ എന്തിനാണ് ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പിതൃത്വം ഇന്ന ആളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA ഇട്ടത്. അതിന്റെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ വന്ന ഒരു OP ആണ്. ഇത് ഒരു CMBയെ ചലഞ്ച് ചെയ്തുകൊണ്ട്, CMBയുടെ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹസ്ബൻഡ് ആണ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഒരു മെയിൻ പെറ്റീഷൻ ഭാര്യയും കുട്ടിയും കൂടെ ചേർന്നിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. മെയിനായിട്ടും ഡൊമസ്റ്റിക് വയലൻസ് ആണ് അവിടെ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ക്രൂവൽറ്റി, അവരെ ഹരാസ് ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ആ കേസിൽ അവരുടെ ഭർത്താവ് അപ്പിയർ ചെയ്യുകയും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചിട്ടില്ല എന്നും ഇതിൽ പറയുന്ന കുട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ളൊരു കണ്ടക്ഷൻ വന്നപ്പോൾ ഭാര്യ ഒരു CMB ഫയൽ ചെയ്തു. അതിൻ്റെ അകത്തൊരു പെറ്റീഷനായിട്ട് ഫയൽ ചെയ്തതാണ്. ആ പെറ്റീഷനിൽ അവർ പറഞ്ഞു DNA ടെസ്റ്റിന്, DNAയുടെ സാമ്പിളിന് അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ആ പെറ്റീഷൻ ഫയൽ ചെയ്തത്. ആ കുട്ടിയുടെ പിതാവ് ഇന്ന ആളാണ്, ഈ റെസ്പോണ്ടന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതിനെ അദ്ദേഹം ഒബ്ജക്റ്റ് ചെയ്യുകയും അദ്ദേഹം ഒരുപാട് ആർഗ്യുമെന്റ്സ് ഒക്കെ പറയുകയും ചെയ്തു. അതൊക്കെ നമുക്ക് വിശദമായിട്ട് അത് വിലയിരുത്താം. ഇതെല്ലാം ഈ മാറ്റർ എല്ലാം കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ആ CMB അലോ ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ പിതൃത്വം ചെക്ക് ചെയ്യാൻ വേണ്ടി, ഈ കുട്ടിയുടെ പിതാവാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DNAക്ക് വേണ്ടിയിട്ട് സാമ്പിൾ കൊടുക്കാനായിട്ട് ആ പെറ്റീഷൻ അലോ ചെയ്യുകയാണ് കോടതി ഉണ്ടായത്. അങ്ങനെ ഒരു പെറ്റീഷൻ അലോ ചെയ്തപ്പോഴത്തേക്കും അതിന് അഗ്രീവ്ഡ് ആയിട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ സമീപിച്ചാണ് ഈ പെറ്റീഷൻ, ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത കാര്യങ്ങൾ, അതായത് അവർ ഫയൽ ചെയ്ത പെറ്റീഷനും അതുപോലെ റെസ്പോണ്ടന്റ് ഹസ്ബൻഡ് ഫയൽ ചെയ്ത ഒബ്ജക്ഷനും എല്ലാം വിലയിരുത്തി അതിനുശേഷമാണ് കോടതി ഓർഡർ പാസ്സാക്കിയത്. ഈ കോടതി ഇങ്ങനെ ഓർഡർ പാസ്സാക്കുന്ന സമയത്ത് കോടതി ഈ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിനെ കുറിച്ചും DNA ടെസ്റ്റിനെ കുറിച്ചും പ്രൈവസിയെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് വിലയിരുത്തി. കാരണം ഇദ്ദേഹം ഇവിടെ ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുട്ടിയല്ല എന്നും ഇങ്ങനെ DNA ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവസിയെ ബാധിക്കുമെന്നും അദ്ദേഹം അതിൻ്റെ അകത്ത് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ഡിസിഷൻസും കോട്ട് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് പ്രൊവിഷൻസും കോട്ട് ചെയ്തു, അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിൽ ഉള്ള പ്രിസംഷനും അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1999 ഇവർ തമ്മിൽ വിവാഹിതരായത്, അതായത് പെറ്റീഷണറും റെസ്പോണ്ടന്റും. കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്ത് വെച്ചാണ് വിവാഹിതരായത്. 2000 ഒരു കുട്ടി പിറന്നു. 2006 വരെ ആ വിവാഹബന്ധം തുടർന്നുള്ളൂ. 2006 ഇദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു. ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത്, അതായത് മുൻ ഭാര്യ പറയുന്നത്, ഇദ്ദേഹം അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റുകയും ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് അവർ ഒരു DV പെറ്റീഷൻ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു പെറ്റീഷൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർ ചോദിച്ചത് പ്രൊട്ടക്ഷൻ ഓർഡറും ചോദിച്ചു, കുട്ടിക്കുള്ള മെയിൻ്റനൻസ്, അവർക്കും കുട്ടിക്കുള്ള മെയിൻ്റനൻസും ചോദിച്ചു. അവരുടെ ഹസ്ബൻഡ് കോടതിയിൽ അപ്പിയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ ഭാര്യയല്ല, അങ്ങനെയാണ് ഭാര്യയെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഹാജരാക്കൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഇവർക്കൊരു സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് പോലും കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കില്ല, ഇവർ തമ്മിൽ വിവാഹിതരായി എന്ന്. അതുപോലെ കുട്ടി അദ്ദേഹത്തിന്റെ കുട്ടിയല്ല. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. ഇവര് പറയുന്ന ആ വിവാഹം നടന്ന സമയവും ആ കുട്ടി ജനിച്ച സമയത്തും അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് യാതൊരു കാരണവശാലും സാധിക്കത്തില്ല. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി ഇവർക്ക് അങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും സാധിക്കത്തില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് അവിടെ ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്ന വിവാഹ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹം 2 റിക്കോർഡ്സ്, സർവീസ് റിക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഒരു മെഡിക്കൽ ബോർഡ് പ്രൊസീഡിങ്സും, അത് ഹാജരാക്കിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷോയിങ് ദ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഡ്യൂറിംഗ് ദ റെലവെന്റ് ടൈം. അദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മെഡിക്കൽ ബോർഡ് പ്രൊസീഡിങ്സ് ഹാജരാക്കിയത്. അതുപോലെ തന്നെ സർവീസ് റെക്കോർഡ്സ് ഹാജരാക്കി. അത് എന്തിനെന്ന് വെച്ചാൽ ഷോയിങ് ദ എൻട്രി ഓഫ് ഫാമിലി, അതായത് ഫാമിലി അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം ഈ സർവീസ് റെക്കോർഡ്സ് ഹാജരാക്കിയത്. എന്നിട്ട് അദ്ദേഹം ആർഗ്യൂ ചെയ്തത് എന്താന്ന് വെച്ചാൽ 112 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. 112 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്താന്ന് വെച്ചാൽ, ബർത്ത് ഡ്യൂറിംഗ് മാരേജ് കൺക്ലൂസീവ് proof of legitimacy. The fact that any person was born during the continuance of a valid marriage between his mother and any man or within 280 days after its resolution, the mother remaining unmarried, shall be conclusive proof that he is the legitimate son of that man, unless it can be shown that the parties to the marriage had no access to each other at any time when he could have been begotten. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ആക്സസ് ഉണ്ടായിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും എവിഡൻസും കൊണ്ട് ഹാജരാക്കിയത്. കാരണം ഇദ്ദേഹം അവിടെ ജീവിച്ചിരുന്നു, അവിടെ താമസിച്ചിരുന്നു, അവിടെ ഇവർ വന്നിട്ടില്ല. അതുമല്ല, അദ്ദേഹം അവിടെ നിന്നും ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അപ്പൊ കൃത്യമായ എവിഡൻസ് ആണ് ഈ 112 പറഞ്ഞിട്ടുള്ള നോ ആക്സസ് പ്രൂവ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം. അതുകൊണ്ട് ഈ 112 എവിഡൻസ് ആക്ട് എടുത്തുകൊണ്ട് DNA ടെസ്റ്റിന് പോവേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഇത്രയും എവിഡൻസ് ഹാജരാക്കിയിട്ടുണ്ടെന്നും മജിസ്ട്രേറ്റ് കൃത്യമായി ഇതൊന്നും പഠിച്ച് പരിഗണിച്ചല്ല ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന്റെ പ്രൈവസി
പ്രൈവസിയെ ബാധിക്കും. കാരണം അദ്ദേഹത്തിന് ഇതൊരു വലിയ നാണക്കേടാണ്. അദ്ദേഹത്തിന് പോയി ഇങ്ങനെ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്, അദ്ദേഹത്തിന് പോവേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 21 അകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർട്ടിക്കിൾ 21 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലിബർട്ടിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കോടതി അങ്ങനെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ബാധിക്കുമെന്നും അങ്ങനെ ഇട്ടത് അദ്ദേഹത്തിന്റെ പ്രൈവസിയെ ബാധിക്കുമെന്നും അതുകൊണ്ട് ആ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യണം എന്നുള്ളതുമാണ് അദ്ദേഹത്തിന് ഈ കോടതിയിൽ പറയാനുള്ളത്. അദ്ദേഹം പ്രൈസ് ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഡിസിഷൻ, അദ്ദേഹം ഇതൊക്കെ റിലേ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഡിസിഷനാണ് അശോക് കുമാർ വേഴ്സസ് രാജ് ഗുപ്ത. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻ സർക്കംസ്റ്റാൻസസ് വെയർ അതർ എവിഡൻസ് ഈസ് അവൈലബിൾ ടു പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ദ റിലേഷൻഷിപ്പ്. മറ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ ദ കോർട്ട് ഷുഡ് ഓർഡിനറിലി റിഫൈൻ ഫ്രം ഓർഡറിംഗ് ബ്ലഡ് ടെസ്റ്റ്. ഓർഡിനറിലി കോടതി എന്ത് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് തയ്യാറാവരുത്. ഈ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് DNA ടെസ്റ്റ് അല്ല, പഴയ ടെസ്റ്റാണ്. ആ ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അതെന്താണ് ഈ DNA ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഈ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു ഓതന്റിസിറ്റി കുറവാണ്. DNA എന്ന് പറഞ്ഞാൽ 100 out of 100 ആണ്. 100% റിസൾട്ട് കിട്ടും. ദിസ് ഈസ് ബിക്കോസ് സച്ച് ടെസ്റ്റ് impinge upon the right of privacy of an individual and could also have major societal repercussions. Indian law leans towards legitimacy and frowns upon bastardy. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എവിഡൻസ് ഓൾറെഡി അവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽസിന്റെ ഒരു പ്രൈവസിയെ ബാധിക്കുമെന്നാണ് ഈ ഒരു ഡിസിഷൻ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഡിസിഷൻ റിലേ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ബ്ലഡ് ടെസ്റ്റും DNA ടെസ്റ്റും അതെന്താണെന്ന് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഡിസിഷനും കൂടെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഭവാനി പ്രസാദ് ജന വേഴ്സസ് കൺവീനർ സെക്രട്ടറി ഒറീസ സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ വുമൺ ആൻഡ് അനദർ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പവർ ഓഫ് ദ കോർട്ട് ടു ഡയറക്റ്റ് DNA ടെസ്റ്റ്. അതിൻ്റെ അകത്ത് തന്നെ പാരഗ്രാഫ് 9 ഗൗതം കുണ്ടു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആൻഡ് അനദർ അതും കൂടി കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം ഈ ഒരു ജഡ്ജ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ ഓഫ് ഇംഗ്ലീഷ് അമേരിക്കൻ കോർട്ടിന്റെ ഒരു ഡിസിഷൻ അതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ റൈഡൻസ് ലാ ആൻഡ് പ്രാക്ടീസ് ഇൻ ഡൈവോഴ്സ് ആൻഡ് ഫാമിലി മാറ്റേഴ്സ് 1983 ഒരു ടെക്സ്റ്റിൽ നിന്നും ഒരു കാര്യം എടുത്തിട്ടുണ്ട്. ആ കാര്യം ആണ് ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മെഡിക്കൽ സയൻസ് ഈസ് ഏബിൾ ടു അനലൈസ് ദ ബ്ലഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻടു ഡെഫിനിറ്റ് ഗ്രൂപ്സ് ആൻഡ് ബൈ എക്സാമിനിങ് ദ ബ്ലഡ് ഓഫ് എ ഗിവൺ മാൻ ആൻഡ് എ ചൈൽഡ് ടു ഡിറ്റർമൈൻ വെദർ മാൻ കുഡ് ഓർ കുഡ് നോട്ട് ബി ദ ഫാദർ. അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ഓതന്റിസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരാളുടെ ബ്ലഡ് എടുത്തിട്ട് ഒരു കുട്ടി ഇന്ന ആളിൻ്റെതാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിലൂടെ സാധിക്കുമോ എന്നുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റ് കനോട്ട് ഷോ പോസിറ്റീവ്ലി ദാറ്റ് എനി മാൻ ഈസ് ഫാദർ. ഒരിക്കലും ബ്ലഡ് ടെസ്റ്റ് ഇന്ന ആളാണ് അച്ഛൻ എന്ന് പറഞ്ഞ് കാണിക്കത്തില്ല. ബട്ട് ദേ ക്യാൻ ഷോ പോസിറ്റീവ്ലി ദാറ്റ് എ ഗിവൺ മാൻ കുഡ് ഓർ കുഡ് നോട്ട് ബി ദ ഫാദർ. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി അവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചാൽ ഇന്ന ആള് അത് കുട്ടിയുടെ അച്ഛനാണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. പക്ഷെ കൃത്യമായിട്ടും അത് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓബിയസ്ലി ദ ലേറ്റർ ആസ്പെക്ട് ദാറ്റ് പ്രൂവ്സ് മോസ്റ്റ് വാല്യുബിൾ ഇൻ ഡിറ്റർമൈനിങ് പെറ്റേണിറ്റി, ദാറ്റ് ഈസ് ദ എക്സ്ക്ലൂഷൻ ആസ്പെക്ട്. ഫോർ വൺസ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ദാറ്റ് എ മാൻ കുഡ് നോട്ട് ബി ദ ഫാദർ, he is thereby automatically excluded from consideration of paternity. ഇങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ പറയാണ് ഇന്ന ആള് അല്ല അച്ഛനെന്ന്, ആവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ആ ഒരു പെറ്റേണിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം. പിന്നെ അവിടെ പിന്നെ വേറെ ഒന്നും നോക്കത്തില്ല. പിന്നെ അദ്ദേഹം അച്ഛനല്ല എന്നുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് കൃത്യമായിട്ട് 100% കറക്റ്റായിട്ട് പറയത്തുമില്ല. When a man is not the father of a child, it has been said that there is at least a 70% chance that if blood tests are taken, they will show positively he is not the father. And in some cases, the chances is even higher. Between two given men who have had sexual intercourse with the mother at the time of conception, both of whom undergo blood test, it has likewise been said that there is a 90% chance that the test will show that one of them is not the father with irresistible inference that the other is the father. ഇപ്പോൾ ഒരാൾ കുട്ടിയുടെ അച്ഛനല്ല എന്ന് തെളിയിക്കാനായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ അതിന് 70% ചാൻസ് ഉണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ അച്ഛനല്ല എന്ന് തെളിയിക്കാനായിട്ട്. 70% ചാൻസ് അത് കാണിക്കും. ചില സമയങ്ങളിൽ ചാൻസസ് അതിൽ മുകളിലായിരിക്കും. ഒരു ലേഡിയുമായിട്ട് രണ്ടുപേരും ഒരേ സമയം സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ ആ കൺസെപ്ഷൻ സമയത്ത് ആരുടെ ബീജമാണ് അവർക്ക് കയറിയിട്ടുള്ളത്, അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി ആരുടേതാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് 90% ചാൻസ് ആണ്. അതിൽ ഒരാൾ അച്ഛനല്ല എന്ന് കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് കോടതി ഫൈനലി കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്: that the court in India cannot order blood test as a matter of course. Wherever application are made for such prayers in order to have roving inquiry
എൻക്വയറി ദ പ്രയർ ഫോർ ബ്ലഡ് ടെസ്റ്റ് കനോട്ട് ബി എന്റർടൈൻഡ്. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റിനായിട്ട് സാധാരണ ഇന്ത്യൻ കോടതികൾ അനുവദിക്കാറില്ല. ഇനി അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തരെയാണ് ഒരു എൻക്വയറിക്ക് വേണ്ടിയെങ്കിൽ നോർമലി അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റിന്റെ പ്രയർ എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അടുത്തത് there must be a strong prima facie case in that the husband must establish non-access in order to dispel the presumption arising under 112 of Evidence Act, Indian Evidence Act. non-access പ്രൂവ് ചെയ്യാനായിട്ട് ഹസ്ബൻഡിന്റെ കയ്യിൽ 112 പ്രകാരമുള്ള ഒരു സ്ട്രോങ് prima facie എവിഡൻസ് ഉണ്ടെങ്കിൽ the court must carefully examine as to what would be the consequences of ordering the blood test, whether it will have the effect of branding a child as a bastard and the mother as an unchaste woman. അതായത് ഇപ്പൊ കോടതി ഇങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് അലോ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു തന്തയില്ലാത്ത ആളായി പോകുമോ, അതുപോലെ തന്നെ അമ്മയെ ആൾക്കാർ മോശക്കാരിയായിട്ട് കാണുമോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായും പരിഗണിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ഒരു കാര്യം കോടതി ചെയ്യാനുള്ളത്, അലോ ചെയ്യാനുള്ളത്. അടുത്തത് നോ വൺ ക്യാൻ ബി കമ്പൽഡ് ടു ഗിവ് സാമ്പിൾ ഓഫ് ബ്ലഡ് ഫോർ അനലൈസിസ്. അപ്പൊ ആരെയും ബ്ലഡ് കൊടുക്കാനായിട്ട് കമ്പൽ ചെയ്യാൻ പാടില്ല. ഇത്രയുമാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ കാംതി ദേവി വേഴ്സസ് പോഷി റാം എന്ന് പറയുന്ന കേസിനകത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ 112 കുറിച്ചാണ് പറയുന്നത്, ഈ DNA ടെസ്റ്റിനെ കുറിച്ചാണ്. ഈ 112 എന്ന് പറയുന്നത് ഒരു പ്രിസംഷൻ ആണ്, അതൊരിക്കലും DNA മുകളിൽ പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വെയർ ലിവിംഗ് ടുഗദർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ ബട്ട് ദ DNA ടെസ്റ്റ് റിവീൽ ദാറ്റ് ദ ചൈൽഡ് വാസ് നോട്ട് ബോൺ ടു ദ ഹസ്ബൻഡ്. അതായത് ഭാര്യ ഭർത്താവും കൂടെ ഒരുമിച്ചാണ് ജീവിച്ചത്. അപ്പം ഈ പറയുന്ന 112 ഒക്കെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്, അവർ ഒരുമിച്ച് ജീവിക്കുന്നത്. പക്ഷെ കുട്ടി DNA ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കുട്ടി അയാളുടേതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് DNA ടെസ്റ്റിന്റെ റെലവൻസി വളരെ വലുതാണ്. കാരണം പ്രിസംഷൻ കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഇതിന്റെ ഇടയിൽ കൂടെ ഒരാൾ കയറി എന്ത് ചെയ്യും? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 112 മതി. പക്ഷെ വേറൊരാളുടെ ഇടയിൽ കൂടെ കയറി എന്ത് ചെയ്യും? അതാണല്ലോ നമുക്കിവിടെ ഡൗട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് DNA ഇമ്പോർട്ടൻസ് വളരെ വലുതായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് കോടതി നോക്കിയത് പ്രൈവസിയെ കുറിച്ചാണ്. അതിനു വേണ്ടിയിട്ട് കോടതി കൊണ്ടുവന്നത് ജസ്റ്റിസ് KS പുട്ടസ്വാമി റിട്ടയർഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ്, ആ ഒരു ഡിസിഷനാണ് കൊണ്ടുവന്നത്. അതിന്റെ അകത്ത് ഈ പ്രൈവസിയെ കുറിച്ചും ഒരാളുടെ ഡിഗ്നിറ്റിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിന്റെ അകത്ത് പറഞ്ഞ there are two principles about the concept of human dignity ഉണ്ട്. ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ regarding the intrinsic value of every person, namely every person has a special objective value which value is not only important to that person alone but success or failure of the lives of every person is important to all of us. It can also be described as self-respect which represents the free will of the person, her capacity to think for herself and to control her own life. The second principle is that personal responsibility, which means every person has the responsibility for success in her own life and therefore she must use her discretion regarding the way of life that will be successful from her point of view. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും അവർക്ക് സ്പെഷ്യൽ ഒബ്ജക്റ്റീവ് വാല്യൂ ഉണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവരുടെ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ചൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എവരി പേഴ്സൺ ഹാസ് റെസ്പോൺസിബിലിറ്റി ഫോർ സക്സസ് ഇൻ ഹർ ഓൺ ലൈഫ് and therefore she must use her discretion regarding the way of life that will be successful from her point of view. അത് സക്സസ്ഫുള്ളിനെ കുറിച്ച്, ഒരു മനുഷ്യന്റെ സക്സസ്ഫുള്ളിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരു 3-4 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ റെസ്പെക്ട് ഓഫ് വൺസ് കപ്പാസിറ്റി ആസ് ആൻ ഏജന്റ് ടു മേക്ക് വൺസ് ഓൺ ഫ്രീ ചോയ്സസ്, റെസ്പെക്ട് ഫോർ ചോയ്സ് സോ മെയ്ഡ്, റെസ്പെക്ട് ഫോർ വൺസ് നീഡ് ടു ഹാവ് എ കോണ്ടെക്സ്റ്റ് ഓർ കണ്ടീഷൻസ് ഇൻ വിച്ച് വൺ ക്യാൻ ഓപ്പറേറ്റ് ആസ് എ സോഴ്സ് ഓഫ് ഫ്രീ ആൻഡ് ഇൻഫോംഡ് ചോയ്സ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു കാര്യത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ ഒരു ഡിസിഷനെ കുറിച്ച് നമുക്ക് റെസ്പെക്ട് ചെയ്യണം, അതൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ നോർമലി ആൾക്കാരെ കളിയാക്കാറുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഒരു ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി, അവരുടെ സക്സസ്, കാര്യങ്ങൾ, ഫെയിലിയർ, അതിൻ്റെ ഡിപ്പെൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് അവരെ ഡിഗ്നിഫൈ ചെയ്യണം, അവരുടെ ചോയ്സിനെ നമ്മൾ ബഹുമാനിക്കണം, അതെല്ലാം ചെയ്യണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാര്യം, ഒരു പ്രൈവസിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു, അത് കൃത്യമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമുക്കൊരു അദ്ദേഹത്തിന് കളിയാക്കുന്ന രീതിയിലൊരു ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു കാര്യം എടുക്കാനായിട്ട് പറ്റത്തില്ല. അതൊക്കെയാണ് ഈ ഡിസിഷനകത്ത് കോടതി പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ശാരദ വേഴ്സസ് ധർമ്മപാൽ. ആ കേസിനകത്ത് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ദ റൈറ്റ് ടു പ്രൈവസി ഇൻ ടേംസ് ഓഫ് ആർട്ടിക്കിൾ 21 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് റൈറ്റ്. അതൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല ആർട്ടിക്കിൾ 21 റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കോടതി കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന്, എ മാട്രിമോണിയൽ കോർട്ട് ഹാസ് ദ പവർ ടു ഓർഡർ എ പേഴ്സൺ ടു അണ്ടർഗോ മെഡിക്കൽ ടെസ്റ്റ്. ഒരു മാട്രിമോണിയൽ കോടതിക്ക്, ഒരു ഫാമിലി കോടതിക്ക് ഒരു അധികാരമുണ്ട് ഒരു മെഡിക്കൽ ടെസ്റ്റിന് ഒരാളെ അയക്കാൻ. 2, പാസിംഗ് ഓഫ് സച്ച് ആൻ ഓർഡർ ബൈ ദ കോർട്ട് വുഡ് നോട്ട് ബി ഇൻ വയലേഷൻ ഓഫ് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു ഓർഡർ കോടതി പാസ്സാക്കിയാൽ അത് ഈ ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടിയുടെ വയലേഷൻ അല്ല. 3, however the court should exercise such a power if applicant has a strong prima facie case and there is sufficient material before the court. If despite the order of the court the respondent refuses to submit himself to medical examination, the court will be entitled to draw an adverse inference against him. ആപ്ലിക്കന്റിന് ഒരു സ്ട്രോങ്
സ്ട്രോങ് പ്രൈമ ഫേഷ്യ കേസ് ഉണ്ടെങ്കിൽ റെസ്പോണ്ടന്റ് അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ കോടതി എന്ത് ചെയ്യണം? ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് എടുക്കണം. അദ്ദേഹം പറയാണ് ഇത് എന്റെ കുട്ടിയല്ല എന്ന് ആപ്ലിക്കന്റ് പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല അത് എന്റെ കുട്ടിയല്ല, ഞാൻ അത് സമ്മതിക്കുന്നത്. മറ്റേ ആപ്ലിക്കന്റ് പറയുന്നത് നിങ്ങളെ കുട്ടിയാണ് എന്ന് പറയണം. അപ്പം അങ്ങനെ പറയണം. അപ്പോൾ DNA ടെസ്റ്റിന് പോകണമെന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറയണം പോകാൻ പറ്റില്ല, ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ കോടതി എന്ത് ചെയ്യണം? ഒരു അഡ്വൈസ് ഇൻഫറൻസ് എടുക്കണം. കാരണം ഇത് അവന്റെ കുട്ടിയാണ്, മനഃപൂർവ്വമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കോടതിക്ക് അങ്ങനെ തീരുമാനം എടുക്കാം. അതുപോലെ തന്നെ കോടതിക്ക് എന്ത് ചെയ്യാം? ഡൗട്ട് ഉണ്ടെങ്കിൽ കോടതിക്ക് അങ്ങ് അയക്കുകയും ചെയ്യാം. അതിലൊന്നും ഒരു ഡൗട്ട് ഇതുമില്ല. കോടതിക്ക് അതിനകത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എ മാട്രിമോണിയൽ കോർട്ട് ഹാസ് ദ പവർ ടു ഓർഡർ എ പേഴ്സൺ ടു അണ്ടർഗോ മെഡിക്കൽ ടെസ്റ്റ്. കോടതിക്ക് അത് അതിനുള്ള അധികാരമുണ്ട്. അത് ആർട്ടിക്കിൾ 21 വയലേഷൻ അല്ല എന്ന് കോടതി ഈ കേസിനകത്ത് പറയുന്നുണ്ട്. അടുത്തതായിട്ട് കോടതി നോക്കിയത് DNA ടെസ്റ്റിന്റെ ആ ഒരു പ്രൈവസിയെ കുറിച്ച് പറഞ്ഞ ആ ഭാഗമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോടതി കോട്ട് ചെയ്ത ഒരു ഡിസിഷനാണ് സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന കേസ്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് കണ്ടക്ട് ഓഫ് പോളിഗ്രാഫ് ടെസ്റ്റ്, പോളിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലൈ ഡിക്റ്റേറ്റർ ടെസ്റ്റ് ആണ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഓർ ബ്രെയിൻ ഇലക്ട്രിക്കൽ ആക്ടിവേഷൻ പ്രൊഫൈൽ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ്. ഇങ്ങനത്തെ ടെസ്റ്റുകൾ നടത്തുമ്പോൾ നോ ഇൻഡിവിജ്വൽ ഷുഡ് ബി ഫോഴ്സ്ഫുള്ളി സബ്ജക്റ്റഡ് ടു എനി ഓഫ് ദ ടെക്നിക്സ് വെദർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രിമിനൽ കേസ് ഓർ അതർവൈസ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെയും അത് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അവരുടെ താല്പര്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോടതിയുടെ ഒരു ഫൈൻഡിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിനകത്തുള്ള ഫൈൻഡിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഫ്രം ദ എബോ സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ലോ ഇറ്റ് ക്യാൻ സേഫ്ലി ബി കൺക്ലൂഡഡ് that taking and retention of DNA samples are in the nature of physical evidence and cannot be said to have any infringement of personal liberty as contemplated under Article 21 of the Constitution of India എന്ന് ഇങ്ങനെ ഈ ഡിസിഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് DNA സാമ്പിൾ എടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഇൻ ദ നേച്ചർ ഓഫ് ഫിസിക്കൽ എവിഡൻസ് ആണ്. അത് ഒരു പേഴ്സന്റെയും റൈറ്റിനെ ഇൻഫ്രിഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടത്തൂല. അങ്ങനെ ഒരു ഡിസിഷൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കോടതി എടുത്തു. അടുത്തതായിട്ട് കോടതി നോക്കിയ പാരഗ്രാഫ് 12 അതിനകത്ത് ഭവാനി പ്രസാദ് ജനാസ് എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് ഗൗതം കുണ്ടു എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എ ജെനുവിൻ DNA ടെസ്റ്റ് മേ നോട്ട് ബി എനഫ് ടു എസ്കേപ്പ് ഫ്രം ദ കൺക്ലൂസീവ്നെസ് ഓഫ് ആർട്ടിക്കിൾ 112 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ലൈക്ക് എ കേസ് വെയർ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വെയർ ലിവിംഗ് ടുഗദർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. അതിൻ്റെ ആ ഒരു പാരഗ്രാഫ് 13 നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇൻ അവർ വ്യൂ വെൻ ദർ ഈസ് അപ്പാരന്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ റൈറ്റ് ടു പ്രൈവസി ഓഫ് എ പേഴ്സൺ നോട്ട് ടു സബ്മിറ്റ് ഹിംസെൽഫ് ഫോഴ്സ്ഫുള്ളി ടു മെഡിക്കൽ എക്സാമിനേഷൻ and duty of the court to reach the truth, the court must exercise its discretion only after balancing the interest of the parties and on due consideration whether for a just decision in the matter DNA is eminently needed. DNA in a matter relating to paternity of a child should not be directed by the court as a matter of course or in the routine manner. Whenever such a request is made, the court has to consider diverse aspects including presumption under 112 Indian Evidence Act, pros and cons of such order and the test of eminent need, whether it is not possible for the court to reach the truth without use of such test. ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 112 എവിഡൻസ് ആക്ടിന്റെ കൺക്ലൂസീവ്നെസ്സിൽ നിന്നും രക്ഷപ്പെടില്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും മറ്റ് ഡിസിഷനുകളിൽ പറഞ്ഞിട്ടുണ്ട് മാട്രിമോണിയൽ കോടതിക്ക് മെഡിക്കൽ ടെസ്റ്റിന് അയക്കാൻ സാധിക്കും. അതുപോലെ അതൊരു പ്രൈവസിയെ വയലേറ്റ് ചെയ്യത്തില്ല, അത് ആർട്ടിക്കിൾ 21 പരിധിയിൽ വരത്തില്ല എന്നൊക്കെ അതിൻ്റെ അകത്ത് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. പല കേസുകളിൽ അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിനകത്ത് കോടതി പറഞ്ഞ എന്തെന്ന് വെച്ചാൽ in the above circumstances it would become absolutely necessary to order DNA test to find out the truth regarding the paternity of the second petitioner, so the impugned order passed by the learned magistrate is perfectly in order. I find no reason to interfere with the same. അതായത് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. അതിൽ ഈ കോടതി ഹൈക്കോടതി ഇന്റർഫിയർ ചെയ്യുന്നില്ല, പകരം അത് അലോ ചെയ്തു ആ പെറ്റീഷൻ. അതായത് ഇനി DNA ടെസ്റ്റിന് അയക്കണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ the court should always be cautious in making an innocent child from being bastardized if his mother and spouse were living together during the time of conception, even if the result of DNA test is found to be against mother and child. In the present case, the petitioner is stoutly denying having had any contact at all with the first petitioner and totally denying the case of the petitioners. ഇതിൻ്റെ അകത്ത് കോടതി പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഒരു ഇന്നസെന്റ് ചൈൽഡാണ്, അദ്ദേഹം പിതാവില്ലാതായി പോകും ഇങ്ങനെ ഒരു DNA ടെസ്റ്റ് ഓർഡർ ചെയ്തില്ല എങ്കിൽ. ഇനി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് പിതാവല്ല എന്ന് പറഞ്ഞ് വന്നാൽ പോലും അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൊച്ചിലപ്പം തന്തയില്ലാതായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും കോടതി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കേസിനകത്ത് ഫാദർ കൃത്യമായിട്ടും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിയല്ല എന്ന് കൃത്യമായിട്ടും അദ്ദേഹം ഇതിൻ്റെ അകത്ത് പ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിനകത്ത് DNA ടെസ്റ്റിന് അയക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കോടതി വിലയിരുത്തിയത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അങ്ങനെ പല ഡിസിഷനുകളും കോടതിയുടെ
തന്നെ പല ഡിസിഷനുകളും കേട്ടു, അത് വിലയിരുത്തി, അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് കോടതി ഇങ്ങനെ ഒരു ഡിസിഷൻ ഇട്ടത്. അങ്ങനെ ഈ കേസിനകത്ത് DNA ടെസ്റ്റിന് അയക്കാനായിട്ട് ഓർഡറായി. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറയുന്നത് അമ്മ ഫയൽ ചെയ്ത DNA ആണ്. സാധാരണ അച്ഛന്മാരാണ് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സാധാരണ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ അമ്മയാണ് കൊടുത്തത്. അപ്പോൾ അതിന്റെ ഡിസിഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂലോട്ട് വരുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇത് DNAയുടെ തന്നെ മറ്റേ വീഡിയോ ഇതിൻ്റെ അകത്ത് എൻഡ് സ്ക്രീനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കേട്ടു നോക്കുക. അതുപോലെ തന്നെ വേറെയും ഫാമിലി സംബന്ധമായ മറ്റു കേസുകൾ സംബന്ധമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോസ് ഇടും. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ഇതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ അവർക്ക് ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂസ് ഉള്ളെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി പുതിയ വീഡിയോ വരുമ്പോൾ കാണാം. ബൈ.